ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ തൊട്ട് മുമ്പൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഒക്കെ എക്സാം നടക്കുന്ന സമയമാണ് അല്ലേ? അപ്പം നമ്മൾ മക്കളോടായാലും അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഇതുപോലെ ചോദിക്കണമെങ്കിൽ ഈ സെന്റൻസിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, അവൻ പരീക്ഷയ്ക്ക് പോയി. നമ്മൾ മക്കളെ കുറിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ്, അവൻ ഇവിടെ പോയി, അവൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയണം അവൻ പരീക്ഷയ്ക്ക് പോയി. എങ്ങനെ പറയാ? ഹി വെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? അപ്പൊ ഈ വേണ്ടി എന്നുള്ളതിനെ നമ്മളവിടെ ഫോർ എന്ന് യൂസ് ചെയ്യുന്നത്. ഹി വെന്റ് ഫോർ ദ എക്സാം. ഹി വെന്റ് ഫോർ ദ എക്സാം. അവൻ പരീക്ഷയ്ക്ക് പോയി. ഓക്കെ, നെക്സ്റ്റ്, അവൻ പരീക്ഷ കഴിഞ്ഞു വന്നു. അവൻ പരീക്ഷ കഴിഞ്ഞ് വന്നു എന്തെങ്ങനെ പറയാ? അതായത് അവൻ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അവൻ വന്നു, he came. അപ്പൊ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വേർഡും കൂടി ആഡ് ചെയ്യാം. he came back after the exam. he came back after the exam. അല്ലേ? നേരത്തെ ഫോർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പൊ എന്തുകൊണ്ട് ആഫ്റ്റർ യൂസ് ചെയ്തത്? പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വന്നു എന്നാണ്. സോ he came back after the exam. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത്, അവന് പരീക്ഷ സിമ്പിൾ ആയിരുന്നു. അല്ലേ? അവന് പരീക്ഷ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഒരാളോട് ഇപ്പൊ നമ്മുടെ മകനെ കുറിച്ച് പറയാണ്, അവന് പരീക്ഷ സിമ്പിൾ ആയിരുന്നു. എങ്ങനെ പറയാം? The exam was easy for him. The exam was ഈസി ഫോർ ഹിം. അവന് പരീക്ഷ സിമ്പിൾ ആയിരുന്നു. ഇനി അവന് പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തും കൂടി ആഡ് ചെയ്യാം. ദ എക്സാം വാസ് വെരി ഈസി ഫോർ ഹിം. ദ എക്സാം വാസ് വെരി ഈസി ഫോർ ഹിം. അവിടെ വെരി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിലോ, അവന് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, അങ്ങനെ ഇല്ലാതിരിക്കട്ടെ അല്ലെ. അപ്പോ അവന് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ദ എക്സാം വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം. ദ എക്സാം വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം. അവന് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, അവൻ നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തി. അവൻ നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തി. അവൻ എത്തി. ഹി റീച്ച്ഡ്. He reached the exam hall early. He reached the exam hall early. അവൻ നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തി. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമ്മളൊരു സങ്കല്പ രൂപത്തിൽ, അതായത് ഒന്ന് ഇമാജിൻ ചെയ്ത് പറയണം. അവൻ ഇപ്പോൾ പരീക്ഷാ ഹാളിൽ എത്തിയിട്ടുണ്ടാകും. അവൻ ഇപ്പോൾ പരീക്ഷാ ഹാളിൽ എത്തിയിട്ടുണ്ടാകും എന്ന് നമ്മളൊരു ഇമാജിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് മസ്റ്റ് ഹാവും യൂസ് ചെയ്യാം, മേ ഹാവും യൂസ് ചെയ്യാം. എങ്ങനെ? അതായത് നമുക്കിപ്പോ ഉറപ്പായിട്ട് അവനിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും, പരീക്ഷാ ഹാളിൽ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ, ഹി മസ്റ്റ് ഹാവ് റീച്ച്ഡ് ദ എക്സാം ഹാൾ ബൈ നൗ എന്ന് പറയാം. അവൻ ഇപ്പോൾ എക്സാം ഹാളിൽ എത്തിയിട്ടുണ്ടാകും. അത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് അല്ലെങ്കിൽ സങ്കല്പ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഹി മേ ഹാവ് റീച്ച്ഡ് ദ എക്സാം ഹാൾ ബൈ നൗ എന്ന് പറയാം. അപ്പൊ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, നീ പരീക്ഷയ്ക്ക് നേരത്തെ പോയില്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല. നീ പരീക്ഷയ്ക്ക് നേരത്തെ പോയില്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല. എങ്ങനെ പറയാം? ഇഫ് യു ഡോണ്ട് ഗോ ഏർലി ഫോർ ദ എക്സാം. നീ പരീക്ഷയ്ക്ക് നേരത്തെ പോയില്ലെങ്കിൽ, ദേ വോണ്ട് അലൗ യു ഇൻ ടു ദ ക്ലാസ്. നീ നേരത്തെ പോയില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിലേക്ക് കയറ്റില്ല. ഓക്കെ, നീ പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ മക്കളോട് പറയാറുള്ള കാര്യമാണല്ലോ ഇത്. അതുപോലെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ടാകും, നിങ്ങൾ പരീക്ഷ അല്ലെങ്കിൽ നീ പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ശ്രദ്ധയോടെ നമ്മൾ എക്സാം എഴുതണം. ഓക്കെ, എത്ര പഠിച്ചാലും നമ്മളെ കോൺഫിഡൻ്റ് ആണ് നമ്മളെ റിസൾട്ട് വരുന്നത്. കാരണം നമുക്ക് അറിയുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിലേക്ക് എടുത്തു ചാടാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പോ നീ പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ റൈറ്റിംഗ് ദ എക്സാം. യു ഷുഡ് ബി വെരി കെയർഫുൾ. നീ പ്രത്യേകം ശ്രദ്ധിക്കണം വൈൽ റൈറ്റിംഗ് ദ എക്സാം. എക്സാം എഴുതുമ്പോൾ. ഓക്കെ, നിനക്കിന്ന് പരീക്ഷ എളുപ്പമായിരുന്നോ? ഇപ്പം ഒരു എക്സാം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും, നിനക്ക് ഇന്ന് എക്സാം എളുപ്പമായിരുന്നോ? എങ്ങനെ ചോദിക്കുക? വാസ് ദ എക്സാം ഈസി ഫോർ യു ടുഡേ? വാസ് ദ എക്സാം ഈസി ഫോർ യു
ടുഡേ നിനക്കിന്ന് എക്സാം എളുപ്പമായിരുന്നോ? നീ 9:30 ക്ലാസ്സിലെത്തിയോ? നീ 9:30 ക്ലാസ്സിൽ എത്തിയോ? എങ്ങനെ ചോദിക്കോ? ഡിഡ് യു റീച്ച് ദ ക്ലാസ് അറ്റ് 9:30? ഡിഡ് യു റീച്ച് ദ ക്ലാസ് അറ്റ് 9:30? നീ 9:30 ക്ലാസ്സിലെത്തിയോ? ഓക്കെ. 9:30 തന്നെ നിനക്ക് പരീക്ഷ തുടങ്ങിയോ? 9:30 തന്നെ നിനക്ക് പരീക്ഷ തുടങ്ങിയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യുവർ എക്സാം സ്റ്റാർട്ട് അറ്റ് 9:30 itself? 9:30 തന്നെ നിനക്ക് എക്സാം തുടങ്ങിയോ എന്നാണ്. ഡിഡ് യുവർ, അതായത് നിന്റെ എക്സാം തുടങ്ങിയോ എന്ന് നമ്മൾ ചോദിക്കാനല്ലോ, അതുകൊണ്ടാണ് അവിടെ ഡിഡ് യുവർ എക്സാം സ്റ്റാർട്ട് അറ്റ് 9:30 itself? ഓക്കെ. ഉച്ചക്ക് ശേഷം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നോ? ഉച്ചക്ക് ശേഷം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഹാവ് ആൻ എക്സാം ഇൻ ദ ആഫ്റ്റർനൂൺ? Did you have an exam in the afternoon? ഓക്കെ. നിനക്ക് IT എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം SSLC-കാർക്കൊക്കെ IT എക്സാം നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പോൾ ചോദിക്കുകയാണ് നമ്മൾ, ഇപ്പൊ കഴിഞ്ഞ് വന്ന കുട്ടിയോട് ചോദിക്കുക, നിനക്ക് IT എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ IT എക്സാം? ഹൗ വാസ് യുവർ IT എക്സാം? ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. സോ ഹൗ വാസ് യുവർ IT എക്സാം? ഓക്കെ. നെക്സ്റ്റ്, നീ നേരത്തെ പോ അല്ലെങ്കിൽ ബസ് കിട്ടില്ല. നീ നേരത്തെ പോ അല്ലെങ്കിൽ ബസ് കിട്ടില്ല. എങ്ങനെ പറയാം? ഗോ ഏർലി. നീ നേരത്തെ പോ. ഗോ ഏർലി ഓർ അല്ലെങ്കിൽ നിനക്ക് ബസ് കിട്ടില്ല എന്നാണ്. ഓ യു വോണ്ട് ഗെറ്റ് ദ ബസ്. അപ്പം ഗോ ഏർലി ഓ യു വോണ്ട് ഗെറ്റ് ദ ബസ്. നീ നേരത്തെ പോ അല്ലെങ്കിൽ നിനക്ക് ബസ് കിട്ടില്ല. ഓക്കെ. ടീച്ചർ എന്താ നിന്നോട് പറഞ്ഞത്? ടീച്ചർ എന്താ നിന്നോട് പറഞ്ഞത്? What did the teacher tell you? What did the teacher tell you? ഓക്കെ. എല്ലാ കുട്ടികളും പരീക്ഷാ ഹാളിൽ എത്തിയോ? എല്ലാ കുട്ടികളും പരീക്ഷാ ഹാളിൽ എത്തിയോ? എങ്ങനെ ചോദിക്കാം? Have all the students reached the exam hall? Have all the students reached the exam hall? എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസും എക്സാം ഹാളിൽ എത്തിയോ? ഓക്കെ. ഹാവും യൂസ് ചെയ്യാം, ഡിഡും യൂസ് ചെയ്യാം. ഡിഡ് ആണെങ്കിൽ did all the students reach the exam hall എന്ന് ചോദിക്കാം. ഞാൻ 9 മണി കഴിഞ്ഞിട്ടാണ് പരീക്ഷാ ഹാളിൽ എത്തിയത്. എങ്ങനെ പറയാ? ഞാൻ 9 മണി കഴിഞ്ഞിട്ടാണ്, അതായത് കഴിഞ്ഞ ശേഷമാണ് എക്സാം ഹാളിൽ എത്തിയത്. I reached the exam hall after 9. I reached the exam hall after 9. ഞാൻ 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് എക്സാം ഹാളിൽ എത്തിയത്. ഓക്കെ. അവൻ പരീക്ഷ കഴിഞ്ഞാൽ വരും. അവൻ പരീക്ഷ കഴിഞ്ഞാൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പരീക്ഷ കഴിഞ്ഞ ശേഷം വരും എന്നാണ്. ഹേ വിൽ കം ആഫ്റ്റർ ദ എക്സാം. ഇതൊക്കെ സിമ്പിൾ ആയി പറയാല്ലേ. അവൻ വരും, ഹേ വിൽ കം ആഫ്റ്റർ ദ എക്സാം. അവൻ പരീക്ഷ കഴിഞ്ഞാൽ വരും. ഓക്കെ. നെക്സ്റ്റ്, അവൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ വന്നു. ഇവിടെ എന്താ പറയുന്നത്? അവൻ പരീക്ഷ കഴിഞ്ഞപ്പോൾ വന്നു. നേരത്തെ പറഞ്ഞത് ഫ്യൂച്ചർ ആണെങ്കിൽ ഇപ്പം പറയുന്നത് എന്താണ്? അവൻ പരീക്ഷ കഴിഞ്ഞ് വന്നു. ഹി കെയിം ആഫ്റ്റർ ദ എക്സാം. അപ്പം അവൻ പരീക്ഷ കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ? അവൻ പരീക്ഷ കഴിഞ്ഞു വന്നു. ഹി കെയിം ആഫ്റ്റർ ദ എക്സാം. ഓക്കെ. അവൻ പരീക്ഷ കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവൻ പരീക്ഷ കഴിഞ്ഞ് വരികയാണ്. ഹി ഈസ് കമ്മിങ് ആഫ്റ്റർ ദ എക്സാം. ഹി ഈസ് കമ്മിങ് ആഫ്റ്റർ ദ എക്സാം. അപ്പോൾ ആഫ്റ്റർ ദ എക്സാം എല്ലാറ്റിനും സെയിം. അതിന് മുമ്പുള്ള കാര്യം ഏത് ടെൻസിലാണ് നമ്മൾ പറയുന്നത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനെ പഠിച്ചു വെക്കുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഇവിടെ എത്തണം. നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ്, നീ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഇവിടെ എത്തണം. എങ്ങനെ പറയൂ? ഇവിടെ യു ഷുഡ് കം ഹിയർ. ഞാൻ പറഞ്ഞല്ലോ അഡ്വൈസ് ചെയ്യാണല്ലേ, നീ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഇവിടെ എത്തണം എന്നാണ്. സോ യു ഷുഡ് കം ഹിയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എക്സാം. നീ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇവിടെ എത്തണം. ഇമ്മീഡിയറ്റ്ലി, ഉടൻ, ആസ് സൂൺ ആസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെന്റൻസ് നമുക്ക് ആസ് സൂൺ ആസ് യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം. കം ഹിയർ ആസ് സൂൺ ആസ് യുവർ എക്സാം ഈസ് ഓവർ. കം ഹിയർ ആസ് സൂൺ ആസ് യുവർ എക്സാം ഈസ് ഓവർ. നീ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇവിടെ എത്തണം. നീ ഏത് വേണമെങ്കിലും പറയാട്ടോ, രണ്ടും സെയിം ആണ്. ഓക്കെ. ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. എല്ലാവരും നാളെ പരീക്ഷയ്ക്ക് തയ്യാറാകണം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറെ സെന്റൻസുകളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങളും ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ തരുന്ന എല്ലാ വർക്കുകളും എല്ലാ സെന്റൻസുകളും നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.